കണ്ടാ പുലി റൈറ്റ് ഇട്ട് കളിയാ. താങ്ക് യു. വിസിറ്റ് അഗൈൻ സത്യമംഗലം ടൈഗർ റിസർവ്. സത്യമംഗലം കാട്ടിലൂടെ ഒരു യാത്ര. ഹായ് ഫ്രണ്ട്സ്, വാച്ച് ആൻഡ് ഗ്രാസ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർണാടകയിലെ മൈസൂരിൽ നിന്നും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുകയാണ്. നാടെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലേക്ക് തന്നെ. പോകുന്ന വഴി കാടുകളിലൂടെ കയറിയാണ് പോകേണ്ടത്. പോകുമ്പോഴുള്ള കാടുകളുടെ പേരാണ് BRT ടൈഗർ റിസർവ് ഫോറസ്റ്റ്, സത്യമംഗലം ഫോറസ്റ്റ് എന്നിവ. കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലാണ് ബിലിഗിരി രംഗസ്വാമി ടെമ്പിൾ അഥവാ BRT ടൈഗർ റിസർവ് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ BRT ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റിലേക്ക് കടക്കുകയാണ്. മൈസൂർ ടൗണിൽ നിന്നും ഏകദേശം 82 കിലോമീറ്ററാണ് ഈ ഒരു ഫോറസ്റ്റിലേക്കുള്ള ദൂരം. കർണാടക തമിഴ്നാട് ബോർഡറാണ് ഈ ഒരു ഫോറസ്റ്റ്. അതിൽ കർണാടകയുടെയാണ് BRTയും തമിഴ്നാടിന്റെ സത്യമംഗലം ഫോറസ്റ്റുമാണ്. ഈ ഒരു കാട്ടിലൂടെ കടന്നു പോകുന്നതിന് 20 രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുക്കണം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വണ്ടികൾക്ക് ഈ ഒരു ഫോറസ്റ്റിലൂടെ കടന്നു പോകാനുള്ള സമയം. ഇവിടെ നിന്ന് 94 കിലോമീറ്ററാണ് സത്യമംഗലം ഫോറസ്റ്റിലേക്കുള്ള ദൂരം. ഈ ഒരു ഫോറസ്റ്റിന്റെ പ്രത്യേകതയാണ് കാടിന് ശേഷം കുറച്ചു ദൂരം ചെന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഗ്രാമം, വീണ്ടും കാട്, വീണ്ടും ഗ്രാമം, അങ്ങനെയാണ് ഈ ഒരു ഫോറസ്റ്റ് ഏരിയ വരുന്നത്. കർണാടകയിൽ നിന്നും ഷുഗർ കെയിനും പച്ചക്കറികളും സാധന സാമഗ്രികളുമെല്ലാം വലിയ വണ്ടികളിലും ലോറികളിലുമൊക്കെയായി ഈ റൂട്ടിലൂടെ കടന്നാണ് തമിഴ്നാട്ടിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ കുറച്ചു ദൂരം സഞ്ചരിച്ചു ചെന്നപ്പോൾ ഞങ്ങളുടെ ഇടതുഭാഗത്തായി ദാ 2 മാൻ. യാത്രക്കാരൊക്കെയോ വഴിയരികിൽ ഭക്ഷണങ്ങൾ ഇട്ടുകൊടുത്തത് കൊണ്ടാകാം ഈ മാനുകളും കുരങ്ങുകളുമെല്ലാം ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ യാത്ര മുമ്പോട്ട് തുടർന്നു. പോകുന്ന വഴികളിൽ ചില ഭാഗത്തായി ബോർഡുകൾ കണ്ടു, എലിഫന്റ് ക്രോസിംഗ് സോൺ. ഞങ്ങൾ ഈ ഭാഗത്തൂടെ കടന്നുപോയ സമയം വൈകുന്നേരം 4 മണി അടുപ്പിച്ചായിരുന്നു. അങ്ങനെ കുറെ ദൂരം സഞ്ചരിച്ച് ഇടയ്ക്ക് കുറെ കുരങ്ങന്മാരെയും മയിലിനെയും ഒക്കെ കണ്ടു. അവസാനം BRT ടൈഗർ റിസർവിന്റെ എക്സിറ്റ് പോയിന്റിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ കർണാടക തമിഴ്നാട് ബോർഡറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് കയറുന്നത്. കണ്ടില്ലേ ഒരു വലിയ ബോർഡൊക്കെ, വെൽക്കം ടു തമിഴ്നാട്. ഈ കയറാൻ പോകുന്നത് സത്യമംഗലം ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്കാണ്. ഗോപിനാഥൻ ഗൂസെ വീരപ്പൻ എന്ന വീരപ്പൻ വാണിരുന്ന സത്യമംഗലം കാടുകൾ. ഇവിടെ നിന്ന് 113 കിലോമീറ്ററാണ് കോയമ്പത്തൂരിലേക്കുള്ള ദൂരം. ഈ കാടുകളിലൂടെ പോകുമ്പോൾ തന്നെ ഏകദേശം 27 ഹെയർ പിന്നുകൾ ഇറങ്ങി വേണം നമുക്ക് കോയമ്പത്തൂരിലേക്ക് എത്താൻ. സത്യമംഗലം കാട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ ആദ്യത്തെ കാഴ്ച ദാ ഇതായിരുന്നു. ഒരാനയും അതിന്റെ കുഞ്ഞും. രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ച് ദാ പയ്യെ കാടിനുള്ളിലേക്ക് പോകുന്നു. അങ്ങനെ അതും കണ്ട് യാത്ര മുമ്പോട്ടായി തുടർന്നു. ഈ കാണുന്ന ആളുകളെല്ലാം നോക്കുന്നത് ആനക്കൂട്ടത്തെയാണ്. അങ്ങ് കാടിനുള്ളിലായിട്ട് ആനക്കൂട്ടം നിൽപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ നിർത്തിയില്ല. ഞങ്ങൾ പയ്യെ വീണ്ടും മുമ്പോട്ടായി യാത്ര തുടർന്നു. യഥാർത്ഥത്തിൽ ഈ കാടിനുള്ളിൽ നമ്മൾ വണ്ടികൾ നിർത്തുവാനോ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങുവാനോ പാടുള്ളതല്ല. ഏകദേശം 35 km/h സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തു വേണം നമ്മൾ ഈ കാടിനുള്ളിലെ റോഡിലൂടെ പോകാൻ. കാരണം ഏതു സമയത്തും വന്യജീവികളുടെ ക്രോസിംഗ് ഉണ്ടാകാം. നമ്മൾ പോകുന്ന സ്പീഡ് കുറയ്ക്കുന്നതിനായിട്ടാണ് കാട്ടിലെ റോഡുകളിൽ ഇടയ്ക്കിടയ്ക്കായി ഹമ്പുകൾ നൽകുന്നത്. അങ്ങനെ കുറച്ചു ദൂരം ചെന്നപ്പോൾ ദാ നിൽക്കുന്നു ഒരു കാട്ടുപന്നി. ആളെന്തോ സാധനം ധൃതി വെച്ച് കഴിക്കുകയാണ്. കുറച്ചു ദൂരം ചെന്നപ്പോൾ സൈഡിലൊക്കെ പോത്തുകൾ നിൽക്കുന്ന കണ്ടു. കാട്ടിലെ ട്രൈബൽസിന്റെ ആയിരിക്കാം. ഇങ്ങനെ നടന്നാൽ കടുവകളൊന്നും ഇവറ്റകളെ പിടിക്കില്ലേ എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ പടർന്നു. അങ്ങനെ കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ ദാ എന്റെ ഇടതുഭാഗത്തായി ഒരു മ്ലാവ് നിൽക്കുന്ന കണ്ടു. അങ്ങനെ ഒത്തിരി ദൂരം സഞ്ചരിച്ചു. ധിംബം ഘട്ട് ഏകദേശം 27 ഹെയർ പിന്നുകൾ ഞങ്ങൾ കടന്ന് താഴെ ഭാഗത്തായി എത്തിച്ചേർന്നു. ഇത്രയും സമയമായിട്ടും കാട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മുമ്പോട്ടായി സഞ്ചരിച്ചപ്പോഴാണ് ഇടതുഭാഗത്തായി ദാ ഒരു ആന നിൽക്കുന്നത് കണ്ടത്. നിൽക്കുന്നത് ഒരു പിടിയാനയാണ്. ഉറപ്പായും ഇതിന്റെ കൂടെയുള്ള മറ്റാനകൾ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെ ഏകദേശം 4 മണിക്കൂർ അടുപ്പിച്ചുള്ള ഫോറസ്റ്റ് യാത്ര കഴിഞ്ഞ് സത്യമംഗലം ഫോറസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്.
അങ്ങനെ ഫോറസ്റ്റിന്റെ എക്സിറ്റ് പോർഷനിലേക്ക് എത്തിച്ചേരുകയാണ്. സൈഡിൽ ഒരു അടിപൊളി പുലിയുടെ ബോർഡൊക്കെ വെച്ച് താങ്ക് യു വിസിറ്റ് അഗെയിൻ സത്യമംഗലം ടൈഗർ റിസർവ് ഫോറസ്റ്റ് എന്ന് ഒരു കമന്ററിയും എഴുതി വച്ചിരിക്കുന്നു. എന്നെങ്കിലും ഈ ഒരു വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. കാരണം ഒത്തിരി സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ നടന്നൊരു ഏരിയ കൂടെയാണ് ഇത്. ഈ ഒരു സ്ഥലത്ത് വാണിരുന്ന വീരപ്പനെ ഓപ്പറേഷൻ കൊക്കൂൺ എന്ന പേരിൽ 2004 ഒക്ടോബർ 4 പോലീസുകാർ വെടിവെച്ച് കൊന്നത്. ഈ ഒരു റൂട്ടിലൂടെ എന്നെങ്കിലും ഒരവസരം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളും സഞ്ചരിച്ചു നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പുതിയ വീഡിയോയും വിശേഷങ്ങളുമായി ഇനിയും കാണുന്നവരെ ടിൽ ദെൻ സീ യു. ബൈ ബൈ.